പ്രേക്ഷകരൊക്കെ തന്നെ സാറിനെ വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് സെഷനിൽ മാർക്കറ്റ് പ്ലസിൽ വരാത്തതുകൊണ്ട്. കുറെ പ്രേക്ഷകർ നമ്മളുടെ വീഡിയോസിനൊക്കെ താഴെ പ്രദീപ് സാറിനെ കുറിച്ച് ക്വറീസ് ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് മറ്റ് ഡിസ്കഷൻസിലേക്ക് പോകാം. US വിപണിയെ സംബന്ധിച്ച് ഒരു ഇടിവോട് കൂടിയിട്ടായിരുന്നു കഴിഞ്ഞ ഒരു സെഷനിലെ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും US വിപണിയുടെ മൊത്തത്തിലൊരു ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു 5ാമത്തെ മാസത്തിൽ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് US വിപണിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു വീക്കിൽ അതിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും പല സൂചികയ്ക്കൊക്കെ തന്നെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും കുതിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. S&P 500 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരാഴ്ച 2.3% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഡൗ ജോൺസ് നോക്കുകയാണെങ്കിലും 2% ഒരു നേട്ടം രേഖപ്പെടുത്തി. ഒരു ഡിസംബറിന് ശേഷം നല്ലൊരു മികച്ച നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞൊരു വീക്കിൽ US വിപണിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ടായിരുന്നു. US വിപണിയെ സംബന്ധിച്ച് മുന്നോട്ടേക്കുള്ള സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ പ്രിയ, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നാസ്ഡാക്ക് നോക്കുമ്പോഴേക്ക് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ കാണാൻ ഇടയായി. ബട്ട് കഴിഞ്ഞ 2 സെഷൻസിൽ, ഇന്നലെ ഉൾപ്പെടെ കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്ക് ഒരു കറക്ഷൻ കാണാൻ ഇടയായിട്ടുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നത് ഇറ്റ് വിൽ ഫൈൻഡ് സപ്പോർട്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന് 39,000 പോയിന്റിൽ നല്ല സപ്പോർട്ട് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളത്തെ ട്രേഡിംഗിൽ തിരിച്ച് നമുക്കൊരു ബുള്ളിഷ് അണ്ടർടോൺ മാർക്കറ്റിൽ ലഭിക്കണമെങ്കിൽ 39,450 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ഡൗ ജോൺസ് ബ്രേക്ക് ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീക്കെൻഡിൽ അമേരിക്കൻ വിപണി സ്റ്റഡി ചെയ്യുമ്പോഴേക്ക് എനിക്ക് ഒരു ഇൻഫ്ലുവൻസ് മാർക്കറ്റിൽ നിന്നും ലഭിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് നടക്കുന്നുണ്ട്. അവിടെ നിരവധി ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ട്. അതിൽ ഭീമന്മാരായിട്ടുള്ളത് ഇറ്റ് ഇസ് എലി ലിലി, ബയോജൻ, മോഡേണ മുതലായ ഫൈസർ മുതലായ സ്റ്റോക്സ് ഒക്കെ. ആൻഡ് ഇൻ ലോട്ട് ഓഫ് ദം നമുക്ക് ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ടെക്നോളജി സ്റ്റോക്സിലോട്ട് വരുമ്പോഴേക്കും ഇന്നലെ നാസ്ഡാക്ക് ഇൻഡെക്സ് വീണ്ടും ഒരു നല്ലൊരു ക്ലോസിംഗ് ആയിരുന്നു നൽകിയത്. ഈവൻ ദോ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ നമ്മളൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടെങ്കിലും ബൈ ക്ലോസിംഗ് ടൈം ഓൾമോസ്റ്റ് എല്ലാ ലോസസും നികത്താൻ സാധിച്ചിരുന്നു. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 18,400. അതോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു സെഷനിൽ ക്രൂഡിനെ സംബന്ധിച്ച് 1% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. റഷ്യ യുക്രൈൻ അനിശ്ചിതാവസ്ഥയൊക്കെ തന്നെ ഒരു തുടരുന്ന സാഹചര്യത്തിൽ ക്രൂഡിനെ സംബന്ധിച്ച് ഒരു മുന്നേറ്റം തന്നെയായിരുന്നു കഴിഞ്ഞ സെഷനിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ 1.2% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ട് ബാരലിന് $86.48 എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഓൾ ട്രെൻഡ്സ് ആർ ബുള്ളിഷ്. സോ ക്രൂഡിന്റെ കേസ് നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. കറക്ഷൻ നടക്കുന്ന സമയത്ത് വി ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ ലോങ് പൊസിഷൻസ്. നമ്മളിപ്പോൾ WTI ക്രൂഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 2 മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. ആദ്യത്തെ റെസിസ്റ്റൻസ് $83, അതിനെ തുടർന്ന് $85. ആൻഡ് ഈ ഒരു ബുള്ളിഷ് അണ്ടർടോൺ തിരിച്ച് ബെയറിഷായി മാറണമെങ്കിൽ $80 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടണം. ഗോൾഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഗോൾഡിലും നമുക്കൊരു മുന്നേറ്റം കഴിഞ്ഞൊരു സെഷനിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സ്പോട്ട് ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഔൺസിന് $2,175.68 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഗോൾഡിനെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു. ന്യൂയോർക്ക് മെർക്കന്റൈൽ എക്സ്ചേഞ്ചിൽ $2,225 വരെ എത്തിയിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ 2 സെഷൻസിൽ വി ഹവ് സീൻ സം പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമ്മളൊരു സ്പെക്കുലേറ്റീവ് ഷോർട്ട് ടേം ട്രേഡിന് വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. 2 മേജർ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആദ്യത്തെ $2,200, അതിനെ തുടർന്ന് $2,220. ആൻഡ് ഈ ഒരു ബുള്ളിഷ് അണ്ടർടോൺ ബെയറിഷായി മാറണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ $2,145.
ആഭ്യന്തര വിപണിയിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് വെള്ളിയാഴ്ചത്തെ സെഷനിൽ 21,932 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ ഒരു സെഷനിൽ 22,180 എന്നൊരു ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. തുടക്ക നിമിഷങ്ങളിലൊക്കെ തന്നെ ഒരു ഇടിവോടുകൂടി വ്യാപാരം ആരംഭിച്ചുവെങ്കിൽ പോലും അവസാന നിമിഷങ്ങളിൽ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. പ്രത്യേകിച്ചും ITC ഒക്കെ തന്നെ ലീഡ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. മാരുതി, ഹീറോ മോട്ടോ പോലുള്ള ഓഹരികളൊക്കെ തന്നെ ലീഡ് ചെയ്ത് വന്നത് അവസാന നിമിഷങ്ങളിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് സഹായിച്ചിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പോസിറ്റീവ് നോട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ലെവലുകൾ ഏതൊക്കെയാണ്? സോ പ്രിയ, വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചിരുന്നു. നമ്മൾ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ ഒരു ചെറിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കണ്ടത്. ബട്ട് ബൈ ക്ലോസിംഗ് ടൈം വളരെ പോസിറ്റീവായിട്ടായിരുന്നു നിഫ്റ്റി 50 ക്ലോസ് ചെയ്തത്. So my expectation Nifty 50യുടെ കേസിൽ undertone continues to be very very bullish. നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 22,200 പോയിന്റ്സ്. ആൻഡ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ 200 മുതൽ 250 പോയിന്റിന്റെ നേട്ടം ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 22,000 പോയിന്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു നല്ലൊരു മുന്നേറ്റം നമുക്ക് നിഫ്റ്റി ബാങ്ക് സൂചികയിലും കാണാൻ സാധിച്ചിരുന്നു. 46,863 എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 46,974 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് കുതിക്കുന്നതിന് വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും PNB, ഇൻഡസ്ഇൻഡ് ബാങ്ക് പോലുള്ള ബാങ്കുകളൊക്കെ തന്നെ കഴിഞ്ഞ ഒരു സെഷനിൽ ലീഡ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഒക്കെ തന്നെ 2% ഒരു നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അഗൈൻ നിഫ്റ്റിയെ പോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 47,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. മൈ എക്സ്പെക്ടേഷൻ ഇന്ന് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആൻഡ് നമ്മൾ മേജർ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 46,550 പോയിന്റ്. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ബോത്ത് ഫ്രം എ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് HDFC ബാങ്കിന്റെ കേസിലായിരിക്കണം. HDFC ബാങ്കിന്റെ കേസിൽ ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് 2 മേജർ റെസിസ്റ്റൻസാണ് കാണുന്നത്. ആദ്യത്തെ 1,460 രൂപയും അതിനെ തുടർന്ന് 1,475 രൂപയും. മൈ എക്സ്പെക്ടേഷൻ ഈ 2 റെസിസ്റ്റൻസും ഈ ആഴ്ച ബ്രേക്ക് ചെയ്യപ്പെടും. അങ്ങനെ അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം മേജർ റെസിസ്റ്റൻസ് 1,540 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സൂചികകളിലേക്ക് വരികയാണെങ്കിൽ IT സൂചിക ഒഴിച്ച് മറ്റെല്ലാ സൂചികകളും ഒരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ PSU ബാങ്കിംഗ് സൂചികയും 1% ഒരു മുന്നേറ്റം നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓഹരികളെല്ലാം തന്നെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ചും PSB പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് 4% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ബാങ്കും 2% ഒരു നേട്ടത്തിലായിരുന്നു വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. PSU ബാങ്കിംഗ് സൂചികയിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? നമുക്ക് ഇതിലൊരു ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കുകൾ കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 3 ആഴ്ചകളായിട്ട് നല്ലൊരു കറക്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ PSU ബാങ്ക് ഇൻഡെക്സിന്റെ ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ദർസ് എ ഹൈ പോസിബിലിറ്റി ദാറ്റ് ഈ ആഴ്ച തന്നെ ആ ഒരു ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെട്ട് തിരിച്ച് ബുള്ളിഷ്നെസ്സിലോട്ട് വഴിമാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സോ PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 7,000 പോയിന്റ്. നൗ സ്പെസിഫിക് സ്റ്റോക്സിലോട്ട് വരുമ്പോഴേക്കും പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ കേസിൽ നമ്മൾ ഇന്ന് ഇല്ലെങ്കിൽ ഈ ആഴ്ച ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 63 രൂപയായിരിക്കണം. സെൻട്രൽ ബാങ്കിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ എഗെയിൻ 63 രൂപയായിരിക്കണം. മഹാരാഷ്ട്ര ബാങ്കിന്റെ കേസിൽ നമ്മൾ ഈ ആഴ്ച ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കേണ്ടത് 62 രൂപയായിരിക്കണം. സോ ഈ സ്റ്റോക്സ് ഒക്കെ തന്നെ ഈ റെസിസ്റ്റൻസ് ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും.
അതോടൊപ്പം തന്നെ IT സൂചികയെ കുറിച്ചും ചോദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞൊരു സെഷനിൽ 2.33% ഒരു ഇടിവ് IT സൂചിക പ്രകടമാക്കിയിരുന്നു. നിഫ്റ്റി 50-യിൽ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയതും പ്രധാനപ്പെട്ട IT ഭീമന്മാരൊക്കെ തന്നെയായിരുന്നു. ഇൻഫി ആണെങ്കിലും ഒക്കെ തന്നെ കനത്തൊരു ഇടിവിലേക്ക് വഴിമാറിയിട്ടുണ്ടായിരുന്നു. ടെക് മഹീന്ദ്ര, TCS, LTTS എല്ലാം തന്നെ ഒരു കനത്ത ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇൻഫി, LTI, മൈൻട്രി, കഫോജ് എന്നിവയൊക്കെ തന്നെ 2% ഒരു ഇടിവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും എസെഞ്ചർ തങ്ങളുടെ ഗൈഡൻസ് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ തന്നെ IT സൂചികയും ഒരു നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. IT സൂചികയെ സംബന്ധിച്ച് ഇനി ഷോർട്ട് ടേമിലേക്കുള്ള ഒരു ട്രെൻഡ് എന്താണ്? നമുക്ക് ഈ ഒരു ഇടിവ് നമുക്കൊരു അവസരമായിട്ട് കാണാൻ സാധിക്കുമോ? പ്രിയ, അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി IT ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് IT ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ് ഏരിയ. ആദ്യത്തെ 34,400 പോയിന്റും അതിനെ തുടർന്ന് 33,500 പോയിന്റും. സോ അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് എസ്പെഷ്യലി ലാർജ് IT സ്റ്റോക്സ്, അതായത് ഇപ്പോൾ TCSന്റെ കേസിൽ നമുക്ക് ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഇൻഫോസിസിന്റെ കേസിൽ നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. HCL ടെക്നോളജിയുടെ കേസിൽ നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ വിപ്രോയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച നമുക്ക് IT സെക്ടറിൽ ഐ ഡോണ്ട് തിങ്ക്, എസ്പെഷ്യലി ലാർജ് IT സ്റ്റോക്സിൽ ഒന്നും തന്നെ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ അവസരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റോക്ക് സ്പെസിഫിക് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ABB ഇന്ത്യയുടെ ഓഹരികളിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവസാന നിമിഷങ്ങളിലും ഒരു റെക്കോർഡ് ഹൈയിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുന്നോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ കഴിഞ്ഞ സെഷനിൽ അതിന്റെ വോളിയം നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ തോതിലുള്ള ഒരു വോളിയത്തിൽ തന്നെയായിരുന്നു ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നേട്ടത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ABB ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ABB ഇന്ത്യയെ സംബന്ധിച്ച് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്, നല്ലൊരു കമ്പനി. ആൻഡ് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ ലോങ് ടേം പോർട്ട്ഫോളിയോയിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. എങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു റെക്കോർഡ് നേട്ടത്തിനെ തുടർന്ന് വി കാൻറ്റ് ആഡ് ന്യൂ പൊസിഷൻസ് അറ്റ് ദിസ് പോയിന്റ്. കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ കൈവശം ഓൾറെഡി ഈ സ്റ്റോക്ക് കൈവശം ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് പൊസിഷൻ നിലനിർത്തുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ABBയുടെ ഒപ്പം തന്നെ നമുക്ക് നേട്ടം നൽകിയിരിക്കുന്ന വേറെ 2 സ്റ്റോക്സ് ഉണ്ട്. അതിൽ ആദ്യത്തത് കമിൻസ് ഇന്ത്യ. കമിൻസ് ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോഴേക്കും അതേ സെയിം പാറ്റേൺ ലൈക്ക് ABB നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിലും നമുക്കൊരു കറക്ഷൻ നടക്കുന്ന സമയത്ത് ലോങ് ടേമിന് വേണ്ടി തീർച്ചയായിട്ടും ഒരു പൊസിഷൻ എടുക്കാം. അവസാനമായിട്ട് ഈ 2 സ്റ്റോക്കിന്റെ ഒപ്പം തന്നെ മുന്നേറിയ ഒരു സ്റ്റോക്കായിരുന്നു സീമെൻസ് ഇന്ത്യ. സീമെൻസ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് 5,000 രൂപയുടെ ലെവൽ വരെ കഴിഞ്ഞ ആഴ്ച എത്തിയിരുന്നു. എഗെയിൻ നമ്മുടെ കൈവശം ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഹോൾഡ് ഓൺ ടു ദ പൊസിഷൻ, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കറക്ഷൻ നടക്കുന്ന സമയത്ത് എഗെയിൻ വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻസ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു സെഷനിൽ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച മറ്റൊരു സ്റ്റോക്ക് ഈ മുദ്രയുടെ ഓഹരികളാണ്. ഈ മുദ്രയുടെ ഓഹരികൾ കഴിഞ്ഞൊരു സെഷനിൽ 17% ഒരു നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 816 രൂപ എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മുദ്രയുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും ശക്തമായിട്ടുള്ള ഒരു റിട്ടേണിൽ മുന്നേറ്റം നമുക്ക് ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 1 വീക്കിലെ പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും ഓൾമോസ്റ്റ് ഒരു 36% ഒരു കുതിപ്പ് ഈ മുദ്രയുടെ ഓഹരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മുദ്രയുടെ ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? ഒപ്പം തന്നെ ഈ മുദ്രയിൽ നമുക്കിപ്പോ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? പ്രിയ, നമുക്ക് ഈ മുദ്രയിൽ ഈ ഒരു ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. സോ ഈ മുദ്ര ആക്ച്വലി ഫെബ്രുവരി മാസത്തിലായിരുന്നു നമുക്ക് അതിൻ്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിച്ചത് 440 രൂപയിൽ. ആൻഡ് നമുക്ക് ആ ലെവലിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 100% നേട്ടം കിട്ടിക്കഴിഞ്ഞു. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് ഒരു 860, 880 ലെവൽ എത്തുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്കിൽ ഈ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ബട്ട് കറക്ഷൻ നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്ക് നമുക്കൊരു 720, 740 റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ.
അതോടൊപ്പം തന്നെ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളെ കുറിച്ച് ചോദിക്കുന്നത് അദാനി സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അദാനി സ്റ്റോക്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അദാനി പോർട്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അദാനി പോർട്സ് ഗോപാൽപൂർ പോർട്സിന്റെ 95% സ്റ്റേക്കും ഇപ്പോൾ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 3080 കോടിയുടെ എന്റർപ്രൈസ് വാല്യൂ ആണ് ഇപ്പോൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അദാനി ഗ്രൂപ്പ്സിന്റെ ഒരു പെർഫോമൻസ്, മറ്റ് അദാനി ഓഹരികളുടെ പ്രകടനം കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സെഷനിൽ നോക്കുകയാണെങ്കിലും ഭൂരിഭാഗം ഓഹരികളും നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. അദാനി ഗ്രീൻ മാത്രം ഒരു 0.5% നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അദാനി സ്റ്റോക്കുകളെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, അഡാനി ഗ്രൂപ്പ്സിൽ നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലി ഫ്രം എ ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് ഈ സ്റ്റോക്സിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. സോ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് അൺഫോർച്ചുനേറ്റ്ലി അഡാനി സ്റ്റോക്സിലൊക്കെ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു സെല്ലിംഗ് പ്രഷറിന്റെ അവസാനത്തെ ഫേസിലോട്ട് നമ്മൾ എത്തിയെന്ന. ബട്ട് അറ്റ് ദ മൊമെന്റ് നമുക്ക് അഡാനി പോർട്ട് ഒഴികെ വേറെ ഒരു സ്റ്റോക്കിലും ഒരു ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കുന്നില്ല. അഡാനി പോർട്ടിന്റെ കേസിൽ നമ്മൾ ഒരു ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1290 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു 50 രൂപയുടെ നേട്ടം ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. മറ്റ് അഡാനി സ്റ്റോക്സിലൊക്കെ നമ്മൾ ഒരു മീഡിയം ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ പ്രിപ്പയർഡും നമ്മൾ ഒരു അല്പം വോളറ്റിലിറ്റി, ഒരു 15-20% വോളറ്റിലിറ്റിക്ക് പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രം അത്തരം സ്റ്റോക്സിൽ ലോങ് പൊസിഷൻ ഈ ലെവൽസിൽ കൺസിഡർ ചെയ്യുക. ഏതായാലും പ്രേക്ഷകരെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതിൽ ഒരു പ്രേക്ഷകൻ അലൻ ആന്റണി എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കിറ്റക്സ് ഗാർമെന്റ്സിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% നേട്ടത്തിൽ 192 രൂപ 10 പൈസ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. So Kitex is a small cap stock and Kitex ജനുവരി തുടക്കത്തിൽ അറൌണ്ട് 285 രൂപ എത്തിയതിനു ശേഷം ഓൾമോസ്റ്റ് ഒരു 100 റുപ്പീസിന്റെ ഒരു നല്ല കറക്ഷൻ നേരിട്ടിട്ടുണ്ട്. ഈ ഒരു കറക്ഷനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അൺഫോർച്ചുനേറ്റ്ലി ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ദെൻ യു ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. ബട്ട് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് 210 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 230 രൂപയിലായിരിക്കും. ഈ ഒരു സ്റ്റോക്കിലെ കറന്റ് ലെവൽസിലെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹൈ റിസ്ക് ട്രേഡ്. സോ ഇതിലൊരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു 180 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒപ്പം തന്നെ അരുൺ എന്ന് പറഞ്ഞുള്ള പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഇൻഡസ് ടവേഴ്സ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 10% നേട്ടത്തിൽ 275 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്റ്റോറി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ആൻഡ് ഐ തിങ്ക് സ്റ്റോക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ഒരു 52 വീക്ക് ഹൈ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. സ്റ്റോക്കിന്റെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 320-330 ആ റേഞ്ചിലായിരിക്കും. സോ നമ്മളൊരു പ്യോർ ട്രേഡിംഗ്, പ്യോർ സ്പെക്കുലേറ്റീവ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 260-270 റേഞ്ചിൽ ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. ഒപ്പം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IDFC ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.87% ഇടിവിൽ 110 രൂപ 55 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. IDFC ആൻഡ് IDFC ഫസ്റ്റ് ബാങ്ക് ഏകദേശം ഒരേ പാറ്റേണാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ 2 സ്റ്റോക്സിലും അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. IDFCയുടെ സ്പെസിഫിക് കേസിൽ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 115-ഉം അതിനെ തുടർന്ന് 120 രൂപയിലും. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സ്റ്റോക്കിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 107 രൂപയിലായിരിക്കും, 106 രൂപയിലായിരിക്കണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ലാർസൻ ആൻഡ് ട്യൂബ്രോ ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% അടുത്ത നേട്ടത്തിൽ 3610 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. റെക്കോർഡ് ഓൾ ടൈം ഹൈ എത്തിയതിനെ തുടർന്ന് വി ഹാവ് സീൻ എ ഗുഡ് കൺസോൾട്ടേഷൻ. സ്റ്റോക്കിന് 3700-3750 ഈ റേഞ്ചിൽ ഒരു നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. ബട്ട് വരും സെഷൻസിൽ മൈ എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്ക് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത്
പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3470 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. നിഖിൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഗെയിലിലുള്ള സാറിന്റെ വ്യൂ ആണ്. ഗെയിൽ കഴിഞ്ഞ ദിവസത്തിൽ 174 രൂപ 35 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതോറിറ്റി കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 196 രൂപ എത്തിയതിനു ശേഷം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ലോങ് പൊസിഷൻ 180 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാം. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 166 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് മേജർ റെസിസ്റ്റൻസ് 195, 198 രൂപ, ആ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ്. അമീർ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത HDFC ബാങ്കിലുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. Bank is one of my favorite stocks on the Nifty 50 and Nifty Bank Index. And കഴിഞ്ഞ ഡിസംബറിൽ ഒരു 52 വീക്ക് ഹൈ 1720 രൂപ എത്തിയതിനു ശേഷം നല്ലൊരു കറക്ഷനാണ് നേരിട്ടിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് എ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. നമ്മളിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബുള്ളിഷ് ബൈയിങ് ട്രിഗറിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ട്രിഗർ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 1470 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ ഞാൻ ഒരു 70 രൂപയുടെ നേട്ടമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒപ്പം അശ്വിൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 2.5% നേട്ടത്തിൽ 29 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു റൈറ്റ്സ് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആയത്. സോ അതിനെ തുടർന്ന് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ ഹൈ വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റോക്കിന്റെ അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 31 രൂപ 50 പൈസയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച് ഫോർ ദാറ്റ്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജിയോഫിനിലുള്ള സാറിന്റെ വ്യൂ തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തിൽ 2.5% അടുത്ത നേട്ടത്തിൽ 346 രൂപയിലേക്ക് എത്തിയിരുന്നു. കേസിൽ കഴിഞ്ഞ ആഴ്ച ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം ഇറ്റ് ഹസ് ബീൻ അണ്ടർഗോയിങ് എ കൺസോൾട്ടേഷൻ. സ്റ്റോക്കിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു മുന്നേറ്റം ഇനി നമ്മൾ കാണണമെങ്കിൽ 360 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. രാജീവ് എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഹഡ്കോയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 182 രൂപ 50 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. റെക്കോർഡ് ഓൾ ടൈം ഹൈ അറൌണ്ട് 222 റുപ്പീസ് എത്തിയതിനു ശേഷം ഒരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സ്റ്റോക്കിൽ തിരിച്ച് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി വഴിമാറണമെങ്കിൽ 196 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. 196ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് 20-25 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 200 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ ജനുവരി മാസത്തിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 320 രൂപ എത്തിയതിനു ശേഷം നല്ലൊരു കറക്ഷനാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഫാക്ട് ഓൾമോസ്റ്റ് ഒരു 120 രൂപയുടെ കറക്ഷനാണ് നടന്നിരിക്കുന്നത്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ലോങ് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ ഫോം ചെയ്തിരിക്കുന്നത് 185 രൂപയിൽ. ഒപ്പം അജിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഫിനോലക്സ് കേബിൾസിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.71% നേട്ടത്തിൽ 892 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ഫിനോലക്സ് കേബിൾസ് ഐ തിങ്ക് ഇറ്റ്സ് ഒരു മിഡ് ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്.
ആൻഡ് ഫെബ്രുവരി മാസത്തിൽ ഈ സ്റ്റോക്കിൽ ഒരു മേജർ ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തിരിക്കുന്നത് 1180 രൂപ. ആ ലെവൽ എത്തിയതിന് ശേഷം നല്ലൊരു സെല്ലിംഗ് കറക്ഷൻ നേരിട്ടിരിക്കുന്നത്. സ്റ്റോക്ക് ആൻഡ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 1020 രൂപയിലാണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് LG എക്യുപ്മെന്റ്സിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.14% ഒരു ഇടിവിൽ 590 രൂപ 10 പൈസ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് LG എക്യുപ്മെന്റിൽ നമുക്ക് നല്ലൊരു സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹെസ് ടേൺ ബെയറിഷ്. അറ്റ് ദ മൊമെന്റ് നമുക്കൊരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ 575 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ സ്റ്റോക്കിൽ ഒരു തിരിച്ച് ഷോർട്ട് കവറിങ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 620, അതിനെ തുടർന്ന് 640, അതിനെ തുടർന്ന് 650.